अंबानी अडानी, अंबानी अडानी, अंबानी अडानी 5 साल से। लेकिन जब से चुनाव घोषित हुआ है, इन्होंने अंबानी अडानी को गाली देना बंद कर दिया। मैं आज तेलंगाना की धरती से पूछना चाहता हूं, जरा ये शाहजादे घोषित करें इस चुनाव में ये अंबानी अडानी से कितना माल उठाया है, काले धन के कितने बोरे भर करके रुपये मारे हैं, क्या टेम्पो भर करके नोटे कांग्रेस के लिए पहुंची है क्या? ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം, പക്ഷെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യാം? ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. ദയവായിട്ട് വിശദമായ ഒരു മാനസിക പരിശോധന നടത്തേണ്ടതാണ്. മോദിയുടെ ഭരണത്തിന് കീഴിൽ അദാനിയുടെ വളർച്ച റോക്കറ്റ് പോലെയായിരുന്നു. വെറും 8 ബില്യണിൽ നിന്നും 270 ബില്യണോളം ആയിട്ടാണ് മോദിയുടെ 10 വർഷത്തിനുള്ളിൽ അദാനിയുടെ ബിസിനസ് സാമ്രാജ്യം വളർന്നത്. രാജ്യത്തെ സകല പൊതുമേഖലാ സ്ഥാപനങ്ങളും അദാനിക്ക് തീരെഴുതി കൊടുത്ത് രാജ്യത്തെ വിറ്റു തുലയ്ക്കുകയാണ് മോദി ചെയ്തത്. വിമാനത്താവളങ്ങൾ, പോർട്ടുകൾ, റെയിൽ, എണ്ണ കമ്പനികൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത രാജ്യത്തിന്റെ പൊതുസമ്പത്താണ് അദാനിക്ക് തീരെഴുതി കൊടുത്തത്. ഇപ്പോഴിതാ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന ഏറ്റവും പുതിയ വിഡ്ഢിത്തവുമായി എഴുന്നള്ളിയിരിക്കുകയാണ് മോദി. പരാജയഭീതി മോദിയെ എത്രത്തോളം പരിഭ്രാന്തനാക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണിത്. തെലങ്കാനയിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുമ്പോൾ മോദി പറയുകയാണ്, कांग्रेस के शाहजादे पिछले 5 साल से सुबह उठते ही एक ही माला जपते थे, 5 उद्योगपति, फिर धीरे धीरे कहने लगे अंबानी अडानी, अंबानी अडानी, अंबानी अडानी। लेकिन जब से चुनाव घोषित हुआ है, इन्होंने अंबानी अडानी को गाली देना बंद कर दिया। मैं आज तेलंगाना की धरती से पूछना चाहता हूं, जरा ये शाहजादे घोषित करें इस चुनाव में ये अंबानी अडानी से कितना माल उठाया है, काले धन के कितने बोरे भर करके रुपये मारे हैं, क्या टेम्पो भर करके नोटे कांग्रेस के लिए पहुंची है क्या? കഴിഞ്ഞ 5 വർഷങ്ങളായി ദിവസവും അദാനി അംബാനി അദാനി അംബാനി എന്ന് പറഞ്ഞു നടന്ന കോൺഗ്രസിന്റെ രാജാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ അംബാനി അദാനി എന്ന് പറയുന്നത് നിർത്തി. തെലങ്കാനയിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, ഈ രാജാവിന് അംബാനി അദാനിയിൽ നിന്ന് എത്ര കോഴ കിട്ടി? കള്ളപ്പണം നിറച്ച എത്ര പെട്ടികളാണ് അംബാനിമാരിൽ നിന്നും അദാനിമാരിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത്? രാഖി രാമാനം അദാനിയെയും അംബാനിയെയും കുറിച്ച് പറയുന്നത് നിർത്തിയത് എന്തുകൊണ്ടാണ്? ട്രക്ക് കണക്കിന് കള്ളപ്പണം അദാനിയുടെയും അംബാനിയുടെയും പക്കൽ നിന്ന് കോൺഗ്രസിന് എത്തിയത് കൊണ്ടാണോ അവരെക്കുറിച്ച് ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ലാത്തത്? അപ്പോൾ മോദി സമ്മതിച്ചു, ട്രക്ക് ലോഡ് കണക്കിന് കള്ളപ്പണമാണ് അദാനിയും അംബാനിയും മോദിയുടെ സഹായത്തോടെ ഉണ്ടാക്കിയതെന്ന്. രാജ്യത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അദാനിക്കും അംബാനിക്കും തീരെഴുതി കൊടുത്ത് കോടിക്കണക്കിന് കോഴ വാങ്ങിയാണ് മോദിയും BJPയും കഴിഞ്ഞ 10 വർഷം രാഷ്ട്രീയമായി തഴച്ചു വളരുകയും ഇന്ത്യയെ ഭരിച്ചു മുടിക്കുകയും ചെയ്തത്. തലച്ചോറും ബുദ്ധിയും പണയം വെച്ച് അടിമകളായ നിങ്ങൾ ഇത് വിശ്വസിക്കില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കിയാണ്. ഈ മെയിലെ 7 ദിവസങ്ങളിൽ മാത്രമായി അദാനിയെക്കുറിച്ച് 106 പ്രാവശ്യവും അംബാനിയെക്കുറിച്ച് 30-ലേറെ പ്രാവശ്യവുമാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ഇനി മോദി പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം വലിയ കഷ്ടത്തിലാണ് എന്ന് തന്നെ പറയാം. ഒരു തരത്തിലും തിരിച്ചു വരാനാവാത്ത വിധം അത്ര വലിയ ബൗദ്ധിക അടിമയായി മാറിയിരിക്കുകയാണ് നിങ്ങൾ. ഇതിനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്തരം നീചമായ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് ചാൻസുകൾ വളരെ വളരെ വിരളമാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടെങ്കിൽ ബാക്കിയുള്ള അല്പം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് ശരിയും തെറ്റും മനസ്സിലാക്കി ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ, ജീവിക്കാൻ ഇപ്പോൾ തന്നെ തീരുമാനിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രധാനമന്ത്രിയായിട്ടും യാതൊരു കൂസലുമില്ലാതെ ഓരോ ദിവസവും ലെവലില്ലാതെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന മോദിയുടെ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?